കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ PC ജോർജിൻ്റെ മകനുണ്ടല്ലോ, ആര്, ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കമ്പനീസ് ആക്ട് 112 പ്രകാരം ഇത് SFIU അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ രൂപത്തിലുള്ളൊരു അന്വേഷണം ഇപ്പം വേണ്ടതില്ല. 110 പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടോ അത് മാത്രമേ ഇപ്പോൾ പരിശോധിക്കേണ്ടതുള്ളൂ, മറ്റേത് ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളിയതാണത്. അതിനെതിരായി ഇദ്ദേഹം 112 ഇൻവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്തു. 110 വേണ്ടത്, 112 പ്രകാരം SFIU അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചോളൂ ഇനി പറയുന്നത്, ഈ മാസം 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ രൂപത്തിലുള്ള ഒരു അന്വേഷണം പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുന്ന സമയത്ത് അന്വേഷണ ഏജൻസികൾ ആദ്യം അറിയിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ. പിന്നീട് ഞങ്ങൾ SFIU അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ളൊരു കേസാണിത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുണ്ടായി. ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി അത് തള്ളി. അതിൻ്റെ ഭാഗമായി അതിനെതിരായ റിവിഷൻ പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കിടക്കുകയാണിപ്പോൾ. അതിൻ്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കെതിരായിട്ടോ ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ അത് ആര് കൊടുത്തതായിരുന്നു? അതേ ആര് കൊടുത്ത കേസാണ്? അങ്ങനെ പറ, വീണല്ല കൊടുത്ത് കേൾക്ക്, അത് മനസ്സിലാക്ക്. ഏതായത് മനോരമ, ഏഷ്യാനെറ്റ്, ലേശം ഇതുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ആദ്യം സ്റ്റഡി ചെയ്യണം ഈ കേസ് കേട്ടോ, നന്നായിട്ട് കേൾക്ക്. അതേന്ന് അതിന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല, ഞങ്ങളെ ഹിയർ ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോട്ടീസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തതാണ്. അവർ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയുടെ മുമ്പാകെ 12-ാം തീയതി കേസ് കേൾക്കാനിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്യണം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ കോടതിയുടെ മറുപടി അത് മനസ്സിലായിന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കോടതിയിൽ വന്നോട്ടെ. കോടതിയിൽ 12-ാം തീയതി വരുന്നുണ്ടല്ലോ. വീണ സ്റ്റേ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് 12-ാം തീയതി, അതാ ഞാൻ നിങ്ങളോട് മലയാളത്തിലേ പറഞ്ഞത്, 12-ാം തീയതി 110 112 ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം 110 പ്രകാരമാണ് നോട്ടീസ് കൊടുത്തത്. 112 പ്രകാരം നോട്ടീസ് കൊടുക്കാൻ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് SFIUവിന് റെഫർ ചെയ്തു. അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അത് നിയമപരമായിട്ട് എന്താ തെറ്റ്? നിയമപരമായിട്ട് അഗ്രീവഡ് ആയിട്ടുള്ളൊരു പാർട്ടി എൻ്റെ ഒരു കേസ് 12-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ 110 112 ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഫൈനലായി ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കുന്നതിനിടയിൽ ഈ കേസ് പെൻഡിങ്ങിലുള്ള സമയത്ത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം SFIU എങ്ങനെയാണ് അന്വേഷിക്കുക എന്നുള്ളത് സാധാരണ നിലയിലുള്ളൊരു ചോദ്യമാണ്. ഇതിങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും ആദ്യം പെടാൻ പോകുന്നത് UDF ആണെന്ന് ആദ്യം മനസ്സിലാക്കിക്കോളാം. ഞാനതിനിപ്പോൾ പറയുന്നത്, നിങ്ങൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും UDFിലെ ഈ കാശ് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാശ് വാങ്ങിയിട്ടുണ്ടല്ലോ, ബേജാറാകണ്ടത്. അവരെടുക്ക തെളിവുണ്ടല്ലോ, അത് വരട്ടെ. അതെ, അത് കോടതിയിൽ വരട്ടെ. ഇതുവരെ വന്നിട്ടില്ലല്ലോ. അന്വേഷണ ഏജൻസിന് ആരാ വായിക്കുന്നത്? ഇവിടെ ഞങ്ങൾ അന്വേഷണം പാടില്ല എന്നല്ല കുട്ടി പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കൂ. താനിപ്പം പുതുതായിട്ട് രംഗത്ത് വരുന്നതല്ലേ. തൻ്റെ പേരിലൊരു കേസുണ്ട്. ആ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുന്ന സമയത്ത് ഒരു ഏജൻസി വരുന്ന സമയത്ത് ഈ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുകയാണ്. അതിന് ശേഷം ആണ് ഈ കാര്യം പരിശോധിക്കേണ്ടത് എന്ന് സാധാരണ നിലയിൽ പറയൂ. അത് ആദ്യം മനസ്സിലാക്കുക.